Hi all, welcome to today's class. Today we will be discussing the composition part in unit 3rd. First we are looking yes how to write a précis. Précis, what is the meaning of précis? Précis എന്ന് പറഞ്ഞാൽ summary അല്ലെങ്കിൽ shortened form of piece of writing in which matters of detail are left out and only the important point are retained. അതായത് ഡീറ്റെയിൽസ് എല്ലാം ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ചുരുക്കി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ആക്കി എഴുതുന്നതിനെയാണ് പ്രേസി എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ആൻഡ് ഫോമാണ്, ഒരു റൈറ്റിങ്ങിൻ്റെ ഷോർട്ട് ആൻഡ് ഫോമാണ് പ്രേസി. ഇറ്റ്സ് എ ഷോർട്ട് ഡൈജസ്റ്റ് ഓഫ് ദി എസെൻഷ്യൽ ഫാക്ട്സ് ഓഫ് ഐഡിയാസ് കണ്ടെയ്ൻ ഇൻ ദ ഗിവൺ പാസേജ്. നമുക്ക് തന്ന പാസേജിലെ എല്ലാ അതിൻ്റെ എസെൻഷ്യൽ ഫാക്ട്സ് മാത്രം എഴുതുന്നതാണ് പ്രേസി. അതിൽ ബ്രീവിറ്റി വേണം, കൺസൈസ്നെസ് ഓർ കംപ്രഷൻ, അതാണ് അതിൻ്റെ പ്രേസിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് തന്നെ. ബ്രീവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചുരുങ്ങിയിട്ട് ചുരുക്കം. കൺസൈസ്നെസ് ആൻഡ് എന്താണ് കംപ്രഷൻ, അല്ലെങ്കിൽ കൺസൈസ്നെസ് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കുക, കംപ്രസ് ചെയ്യുക. അത് ഈ ഒരു റൈറ്റിങ്ങിൻ്റെ എല്ലാം ഉണ്ടാവണം, പക്ഷേ അതൊരു ഷോർട്ട് കോപ്പി ആക്കിയിട്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം എഴുതുന്നതാണ്. അതാണ് ഒരു പ്രേസിൻ്റെ എസെൻസ്. The student must possess the judgment to be able to seize upon the essential points in a passage. ഇപ്പോൾ കുട്ടികൾക്ക് എന്തിന് കഴിവ് വേണം? അതിൻ്റെ എസെൻഷ്യൽ ഒരു പാസേജ് തന്നാൽ ആ പാസേജിൻ്റെ എസെൻഷ്യൽ പോയിൻറ്റ്സ് കണ്ടെത്തിയിട്ട് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള കഴിവ് വേണം. എന്നാലാണ് അവർക്ക് പ്രേസി എഴുതാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല അവർക്ക് വേണ്ട വൊക്കാബുലറിയും വേണം. കാരണം മീനിങ് അണ്ടർസ്റ്റാൻഡ് ആവണം, ഇല്ലേ? പാസേജിൻ്റെ മീനിങ് മനസ്സിലാക്കണം. അത് അവരുടെ തന്നെ ലാംഗ്വേജിൽ എഴുതാനുള്ള വൊക്കാബുലറിയും കുട്ടികൾക്ക് വേണം. An ability to write a good précis is nowadays an essential qualification for working in government offices, newspaper office, business house, ഫേംസ് എക്സെട്ര. ഇങ്ങനെ എല്ലാ ഫേംസിൽ, ബിസിനസ് ഹൗസിൽ, ന്യൂസ് പേപ്പർ ഓഫീസിൽ, ഗവൺമെൻറ് ഓഫീസിൽ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് പ്രേസി റൈറ്റിംഗ്. നന്നായി പ്രേസി എഴുതാൻ അറിഞ്ഞിരിക്കണം. റൂൾസ് ഫോർ പ്രേസി റൈറ്റിംഗ് എന്തൊക്കെയാണ് റൂൾസ് നോക്കാം. ഒന്ന്, ഫസ്റ്റ് വൺ, ഡിസൈഡ് ദ തീം ഓഫ് ദ പാസേജ്. മെയിൻ തീം ഓഫ് ദ പാസേജ് നമ്മൾ കെയർഫുൾ റീഡിങ് വഴി കണ്ടെത്തുക. ആൻഡ് ദ മെയിൻ പോയിൻറ്റ്സ് ആൻഡ് ഓർഡിനറി പോയിൻറ്റ്സ് ആർ ഫൈൻഡ് ഔട്ട് ഫോർ ഗിവിങ് ഇമ്പോർട്ടൻസ്. മെയിൻ പോയിൻറ്റ്സും ഓർഡിനറി പോയിൻറ്റ്സൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോയിൻറ്റ്സ് മനസ്സിലാക്കി വയ്ക്കുക. ദീസ് തിങ്സ് ആർ എസെൻഷ്യൽ ഫോർ ബ്രീഫ് ആൻഡ് ക്ലിയർ പ്രസൻറ്റേഷൻ ഓഫ് എ പ്രേസി. നോ റീപ്രൊഡക്ഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസസ്. അപ്പോൾ ഒറിജിനൽ പാസേജത്തെ സെൻറ്റൻസ് നമ്മൾ എഴുതാൻ പാടില്ല? പ്രേസിയിൽ എഴുതാൻ പാടില്ല. അത് നമ്മൾ റീമോഡൽ ചെയ്യണം, സെൻറ്റൻസ് റീമോഡൽ ചെയ്യണം. പക്ഷേ അതിൻ്റെ മെയിൻ തീം മാറ്റാനും പാടില്ല. അങ്ങനെ എഴുതണം ഈ പ്രേസി എഴുതുമ്പോൾ. ഓക്കെ. ഹാവ് ബ്രീവിറ്റി ആൻഡ് ക്ലാരിറ്റി. ബ്രീവിറ്റിയാണ് അതിൻ്റെ സോള് എന്ന് പറഞ്ഞാൽ തന്നെ. പക്ഷേ അതേസമയം ക്ലാരിറ്റി കളയാനും പാടില്ല. ക്ലാരിറ്റി നഷ്ടപ്പെടാതെ ബ്രീവിറ്റി ഉണ്ടാക്കണം. മിയർ ഡിലീഷൻ, അതായത് കുറച്ച് വേർഡ്സ് മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രേസി എഴുതാൻ പറ്റില്ല. കുറച്ച് വേർഡ്സ് ചുരുക്കി എഴുതണമല്ലോ, കുറച്ച് വേർഡ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രേസി അല്ല. മോർ ഓവർ ബ്രീവിറ്റി ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി ആംബിഗസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ റീഡർ. ഇപ്പോൾ ബ്രീവിറ്റി പറഞ്ഞാൽ നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ റീഡർക്ക് അത് മനസ്സിലാവാതിരിക്കും ചെയ്യരുത്, കാരണം അൺക്ലിയർ ആവരുത്. ഓക്കെ, അതാണ് ഹാവ് ബ്രീവിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൾസോ. റിഫ്ലെക്ട്സ് ദ ഇൻ്റലിജൻസ് ഓഫ് ദി പ്രേസി റൈറ്റർ. അതായത് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്, വേർഡ്സ്, ഇതെല്ലാം കാണിക്കുന്നത് ഈ പ്രേസി റൈറ്റിങ്ങിൽ ഈ പ്രേസി റൈറ്റർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, വേർഡ്സ്, ഇതെല്ലാം കാണിക്കുന്നത് ആ പ്രേസി റൈറ്ററുടെ ഇൻ്റലിജൻസിനെയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ പ്രേസി റൈറ്റിംഗ് ഈ ഒറിജിനൽ പാസേജിൻ്റെ സ്പിരിറ്റ് പ്രിസർവ് ചെയ്യുന്നു വിത്ത് ഡിഫറെൻറ്റ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. യൂസ് ഓൺ ലാംഗ്വേജ്, സ്വന്തമായ വാക്കുകൾ ലാംഗ്വേജിൽ എഴുതുക. ഒരു സിഗ്നിഫിക്കൻറ്റ് ഫ്രേസസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് ഓഫ് ദ ഒറിജിനൽ പാസേജ് ഉപയോഗിക്കാൻ പറ്റില്ല. റൈറ്റർ ഷുഡ് യൂസ് ഇറ്റ്സ് ഓൺ ഓർ ഹെർ ഓൺ സെൻറ്റൻസസ് ഫോർ പ്രേസി റൈറ്റിംഗ്. അടുത്തത്, അവോയ്ഡ് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് യൂസ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് ഒഴിവാക്കുക, എപ്പോഴും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എഴുതുക. അതായത് നമ്മൾ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂയുടെ എഴുതുക. ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ഒറിജിനൽ
ടെക്സ്റ്റ് എങ്ങനെയായിരിക്കും, പാസേജിൽ ചിലപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് ഉണ്ടാവും. അത് മാറ്റിയിട്ട് നമ്മൾ പ്രസിറൈറ്റർ എന്ത് ചെയ്യണം, അത് തേർഡ് പേഴ്സൺ പോയിന്റിൽ എഴുതണം. ഇൻക്ലൂഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ, ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രസിറേറ്റിംഗ് ഫോർ മെയിൻറ്റെയിനിങ് ക്വാളിറ്റി. ഇഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ഈസ് എക്സ്ക്ലൂഡഡ് ഇറ്റ് അഫക്ട്സ് ദ പർപ്പസ് ഓഫ് പ്രസിറേറ്റിംഗ് ആൻഡ് കൺവേ ഡിഫറെൻറ്റ് മീനിങ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് പ്രസിറേറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കും. ഒബ്സർവ് പ്രപ്പോർഷൻ. Original passage is divided into many parts. Each part is to be dealt with according to importance but not according to length. In this way, objectives of presurating are achieved. അതിൻ്റെ പ്രപ്പോർഷൻ കറക്റ്റായിട്ട് പാലിക്കണം. ഓക്കെ. നോ കമൻറ്റ്സ് ബട്ട് കൺക്ലൂഷൻ എന്ത് ചെയ്യണം, പ്രസിറേറ്റർക്ക് ഇഷ്ടമുള്ള കമൻറ്റ്സ് ഒന്നും എഴുതാൻ പാടില്ല, നമുക്ക് ആ പാസേജിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ഒന്നും എഴുതാൻ പാടില്ല. ബട്ട് ഷുഡ് ഗീവ്, പക്ഷേ കൺക്ലൂഷൻ എഴുതും വേണം. ആ പാസേജിനനുസരിച്ച് എഴുതണം. അല്ലെങ്കിൽ പ്രസിറേറ്റർക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാക്കി എഴുതാൻ പാടില്ല എന്നാണ് പറയുന്നത്. 1/3 ഓഫ് ദ ഒറിജിനൽ പാസേജിൻ്റെ 1/3 ആയിരിക്കണം പ്രസിറേറ്റിംഗ്. ഓക്കെ. പ്രസി പറയുമ്പോൾ ഈസ് സംടൈംസ് യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി ഓർ സിനോണിമസ്ലി വിത്ത് സമ്മറി ആൻഡ് അബ്സ്ട്രാക്റ്റ്. ചിലർ പണ്ടല്ല നമ്മൾ അറിയാതെ എങ്ങനെ യൂസ് ചെയ്യും, സമ്മറി അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എന്നൊക്കെ എന്നുള്ള രീതിയിലും എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ പ്രസി എന്നുള്ള ഫോമിനെ യൂസ് ചെയ്യാറുണ്ട്. അതർ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ഇൻക്ലൂഡ് പ്രസി സംടൈംസ് യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി വിത്ത് ഓർ ഈ സമ്മറി അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എന്നുള്ള രീതിയിലും പ്രസിനെ വിളിക്കാറുണ്ട് അല്ലേ. അതർ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ഇൻക്ലൂഡ് ഔട്ട്ലൈൻ, സിനോപ്സിസ്, അബ്രിഡ്ജ്മെൻറ്റ് ആൻഡ് ഡൈജസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. ബട്ട് ദീസ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, ഓരോ കണ്ടൻസേഷനും ഡിഫറെൻറ്റ് പർപ്പസ് ഉണ്ട്. ദീസ് ഫോംസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ഇൻ മെനി റെസ്പെക്ട്സ്. ഇപ്പോൾ സമ്മറി ഇങ്ങനെ നമ്മൾ ചുരുക്കത്തിൽ സമ്മറി അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ഓരോന്നും വ്യത്യസ്തമാണ്. സമ്മറി എന്ന് പറഞ്ഞാൽ ജനറൽ ഫോമാണ്, ഈ കണ്ടൻസേഷൻ്റെ ജനറൽ ഫോമാണ്. ആൻഡ് ഇംപ്ലൈസ് എനി summary is the most general form of condensation and implies any effort to present briefly in all encompassing and comprehensive amount of the passage. ഈ പാസേജിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു ചുരുക്കം, അതാണ് സമ്മറി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് മോർ ഓഫ് എ പിറ്റി പാരഫ്രൈസ് ഓഫ് ദ മെയിൻ ഐഡിയ. അതൊരു പാരഫ്രൈസ് മാത്രമാണ്, ഈ പാസേജിൻ്റെ ഒരു പാരഫ്രൈസ് മാത്രമാണ് സമ്മറി. Abstract on the other hand give the gist of important points or important results of the report. or abstract പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം തരുന്നതിനെയാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുക. Abstract refers to a scholarly citation which gives the main points of a piece of research or study. It is a brief qualitative presentation of the mere complex ideas contained in the passage. ഈ പാസേജിലുള്ള കോംപ്ലക്സ് ഐഡിയാസിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് പ്രസൻറ്റേഷൻ മാത്രമാണ് എൻ്റെ അബ്സ്ട്രാക്റ്റ്. പക്ഷേ പ്രസി പറഞ്ഞാൽ ഈ ലെങ്ത് ഒരു അബ്സ്ട്രാക്റ്റിനേക്കാളും കൂടുതലും ആവണം. പക്ഷേ ആൻഡ് ഫോളോസ് ദ എക്സാക്റ്റ് ഓർഡർ ഓഫ് പോയിൻറ്റ്സ് ഓഫ് ഒറിജിനൽ പാസേജ്. ഈ ഒറിജിനൽ പാസേജിൻ്റെ എക്സാക്റ്റ് ഓർഡർ പാലിക്കും വേണം എന്തിന്, പ്രസിക്ക്. ഇറ്റ് ഈസ് ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബെയർ ഫാക്ട്സ് വിത്തൗട്ട് എനി അൺനെസസറി ഫ്രിൽസ്. അതിലുള്ള ഫാക്ട്സ് തന്നെ ആയിരിക്കണം ഈ പ്രസിയിൽ ഉണ്ടാവുന്നത്. ഓക്കെ. ഇൻഫാക്റ്റ് പ്രസി റൈറ്റിംഗ് റിക്വയർസ് റൈറ്റിംഗ് ഓഫ് ദ എസെൻഷ്യൽ ഫാക്ട്സ് ഓർ ഐഡിയാസ് ഇൻ എ ക്ലിയർ. അപ്പോൾ പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ എസെൻഷ്യൽ ഫാക്ട്സ് എഴുതുക ഇൻ എ ക്ലിയർ, എക്സാക്റ്റ് ആൻഡ് കൺസൈസ് വേ. അതാണ് പ്രസി റൈറ്റിംഗ്. ഇൻ ദിസ് സെൻസ് പ്രസി ഈസ് മോർ ലൈക്ക് ഒറിജിനൽ പീസ് ഓഫ് റൈറ്റിംഗ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ പ്രസി ഒരു ഒറിജിനൽ പീസ് ഓഫ് റൈറ്റിംഗ് തന്നെയാണ് എന്ന് പറയാം. ആസ് എ പ്രസി റൈറ്റർ യു ക്യാൻ യൂസ് നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്യാം. പിന്നെ ഓക്കെ, അങ്ങനെ അതാണ് പ്രസി. ഔട്ട്ലൈൻ ആൻഡ് സിനോപ്സിസ് ലൈക്ക് പ്രസി ഫോളോ ദ ഓർഡർ ഓഫ് പോയിൻറ്റ്സ് ഓഫ് ഒറിജിനൽ പാസേജ്. ഔട്ട്ലൈനും ഏകദേശം പ്രസിയെ പോലെ തന്നെയാണ്. ഔട്ട്ലൈൻ കവേഴ്സ് എ വൈഡർ റേഞ്ച് ദാൻ സിനോപ്സിസ്. പക്ഷേ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റേഞ്ചിൽ സിനോപ്സിസിനേക്കാളും കൂടും. ഔട്ട്ലൈൻ നമ്പേഴ്സ് ദ സാലിയൻ ഓർ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് എ ഡോക്യുമെൻറ്റ് ഓർ പ്രൊജക്റ്റ് വർക്ക്.
It uses the keywords or phrases of the given material to give its extended paraphrase in prose. അപ്പോൾ ഇത് പറഞ്ഞാൽ ഔട്ട്ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ മെറ്റീരിയലിൻ്റെ തന്നെ കീവേഡ്സ് യൂസ് ചെയ്യും അതിൻ്റെ പാരഫ്രൈസ് പ്രോസിൽ അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന പോലെയാണ് എൻ്റെ ഈ ഔട്ട്ലൈന്. പക്ഷേ സിനോപ്സിസ് പറഞ്ഞാൽ ഒന്നും കൂടി ഷോർട്ട് ആൻഡ് കണ്ടൻസ്ഡ് ഫോം ഓഫ് ഗ്രേറ്റ് മാസ് ഓഫ് മെറ്റീരിയൽ. It sometimes refers to a summary of the plot of a novel or piece of fiction. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും പറയാം, ചിലപ്പോൾ പറയാം ഒരു പ്ലോട്ട്, നോവലിൻ്റെ പ്ലോട്ട്, അതിൻ്റെ സമ്മറി, നോവലിൻ്റെ പ്ലോട്ടിൻ്റെ സമ്മറി, അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ്റെ സമ്മറി, അങ്ങനെയൊക്കെ സിനോപ്സിസിനെ റെപ്രസെൻ്റ് ചെയ്യാം. മെനി എ ടൈം Many a time, a author submits a chapter of proposed book along with the synopsis of unwritten or planned chapters to the publisher for his perusal. This outline also may sometimes state in short and compact form points and mentioned on the material. This is not at all required. എല്ലാം ആവശ്യമൊന്നുമില്ല, നിങ്ങൾ വേണ്ടത് മാത്രം പഠിച്ചാൽ മതി. സ്കിൽസ് റിക്വയർഡ്. വെൻ യു റീഡ് അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രസ് എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ബേസിക് റൂൾസ് അറിഞ്ഞിരുന്നാൽ മതി. വെൻ യു റീഡ് ദ പാസേജ് ഗിവൺ ഫോർ പ്രസ് റൈറ്റിംഗ് യു വുഡ് ഒബ്സർവ് ദാറ്റ് ദ റൈറ്റർ ഹാസ് യൂസ്ഡ് മോർ വേർഡ്സ് ആൻഡ് ദ നെസസറി ഐഡിയ. നിങ്ങൾക്ക് കാണാം ഒരു ഒറിജിനൽ പാസേജ് വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റൈറ്റർ അതിൽ കുറേ വേർഡ്സ് യൂസ് ചെയ്തിട്ട് വേണ്ട നെസസറി ഐഡിയാസിൽ കൂടുതൽ റൈറ്റർ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്രസ് വൺസ് ഐഡിയാസ് കോംപ്രഹെൻസീവ് ഇൻ എ ഫ്യൂ വേർഡ്സ് ആൻഡ് ദിസ് ഈസ് വൈ പ്രസ് റൈറ്റിംഗ് ഈസ് ആൻ ആർഡസ് ടാസ്ക്. അപ്പോൾ നമുക്കിതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യും വേണം, ഒരു കുറച്ച് വേർഡ്സിൽ നമുക്ക് ഇത് ഈ എല്ലാം ഉൾക്കൊള്ളിക്കും വേണം. അപ്പോൾ എങ്ങനെ എഴുതാം? ദ എയിം ഓഫ് praise is to present to busy reader the main ideas of the original passage as concisely and clearly as possible in a readable form. അപ്പോൾ ഈ പ്രസിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ റീഡർക്ക് മെയിൻ ഐഡിയാസ്, ഒറിജിനൽ പാസേജിൻ്റെ ഐഡിയാസ് റീഡർക്ക് എത്തിക്കണം. പക്ഷേ എങ്ങനെയാവണം? അത് ചുരുക്കിയിട്ട് എത്തിക്കണം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ പ്രസ് റൈറ്റിംഗ് പറഞ്ഞാൽ ഏകദേശം ഈ ഒറിജിനൽ പീസ് ഓഫ് റൈറ്റിംഗ് പോലെ തന്നെയാണ്. കാരണം അതിന് ജഡ്ജ്മെൻറ്റ് ആവശ്യമാണ്, ഇവാലുവേഷൻ ആവശ്യമാണ്. കാരണം ഈ പാസേജ് അൺനെസസറി വേർഡ്സ് ഉണ്ടായിരിക്കും, ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പാസേജ് നന്നായി വായിക്കണം. പേയിങ് അറ്റൻഷൻ ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ വേണ്ടാത്തത് ഒഴിവാക്കണം. യു വുഡ് നീഡ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ബാലൻസ്, ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കണം. For the purpose of reduction of the original passage, you have to train yourself to express ideas concisely. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ട്രെയിൻ ചെയ്യണം. ഈ ഐഡിയാസ് ചുരുക്കി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ട്രെയിൻ ചെയ്യണം. Vocabulary extension is extremely helpful because you would have to substitute one single word for clause or even a sentence. നിങ്ങൾ ചിലപ്പോൾ ഒരു സെൻറ്റൻസിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ വേർഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി വൊക്കാബുലറി എൻറിച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം, നന്നായിട്ട് വാക്കുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. As you go on practicing press writing, you would be training yourself to think logically and present the author's ideas in a way which is early understood. The final press that you write should be in your own words. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രെയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ 2 എക്സാമ്പിൾസ് അല്ല, ഇവിടെ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രസ് റൈറ്റിങ്ങിൻ്റെ സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ. ലിബറലിസം ഈസ് ഫൗണ്ടഡ് ഓൺ ദ ബിലീഫ് ഓഫ് ഹ്യൂമൻ ലിബർട്ടി. Unlike rats and monkeys, human beings are supposed to have free will. This is what makes human choice the ultimate moral and political authority in the world. If you happen to be amid the riots in Washington on the day after Martin Luther King was assassinated, or in Paris in May 1968, or at the Democratic Party's convention in Chicago in August 1968, you might well have thought that the end was near. While Washington, Paris and Chicago were descending into chaos, the Soviet system seemed destined to endure forever. Yet 20 years later, it was the Soviet system that collapsed. The clashes of the 1960s strengthened liberal democracy,
while this trifling climate in the Soviet bloc presaged its demise. അതിൻ്റെ പ്രസി റേറ്റിംഗ് തന്നിട്ടുണ്ട്. അതിൽ നോക്കൂ, ഹ്യൂമൻ ലിബർട്ടി ഡിഫൈൻസ് ലിബറലിസം. ഇപ്പോൾ ലിബറലിസം ഈസ് ഫൗണ്ടഡ് ഓൺ അവിടെ നോക്കൂ, ഹ്യൂമൻ ലിബർട്ടി ഡിഫൈൻസ് ലിബറലിസം. അതിനെ അത്ര ഒരു വാക്കുകൊണ്ട് അവിടെ ഒരുക്കി. ദ കൺസെപ്റ്റ് ഓഫ് ഫ്രീ വിൽ ഈസ് എക്സ്ക്ലൂസീവ് ടു ഹ്യൂമൻസ്. അപ്പോൾ അവിടെ അൺലൈക്ക് റാറ്റ്സ് ആൻഡ് മങ്കീസ് അതിനൊന്നും നമ്മൾ അങ്ങനെയുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്തില്ല. ഇതിൽ ഈ ഫ്രീ വിൽ എന്നുള്ളത് ഹ്യൂമൻ ബീങ്സിന് മാത്രമാണുള്ളത്. ആൻഡ് ഗീവ്സ് എസ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിർത്തി. ഈ എല്ലാ സെൻറ്റൻസും കൂടി എല്ലാ വാക്കുകളും ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ, അങ്ങനെ ഡ്യൂറിങ് ദ 1960s ഇത് വിത്തിൻ സിമ്പിൾ വേർഡ്സിന് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ ഇവിടെ ഇന്ത്യൻ സമ്മർ ഒറിജിനൽ ടെക്സ്റ്റ് അതിൻ്റെ പ്രസ് റേറ്റിംഗ് സാമ്പിളായി കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി നോട്ട് മേക്കിംഗ്. നോട്ട് എഴുതാൻ, അതായത് നോട്ട് മേക്കിംഗ് പറഞ്ഞാൽ എങ്ങനെയാണ്? Come to think of it, note making as is almost an involuntary exercise, because whether we wish to or not, but we always make note of things that we hear. അത് നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ നോട്ട് എഴുതും. So using pen and paper to take and make notes is just an act of regularizing and organizing those thoughts in the most comprehensive way. അപ്പോൾ എന്താണത്? ജസ്റ്റ് ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ ഈ നമ്മൾ കേൾക്കുന്നു, അത് റെഗുലറൈസ് ചെയ്തിട്ട് എഴുതുന്നു, അല്ലേ? We always take down notes from a source. Therefore, while making notes, we should keep in mind that we should not recur to go back to the source ever again. അപ്പോൾ നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി സോഴ്സിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവരുത്. So on one hand, we need to try our best to be in brief. We should never filter out any unavoidable information. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഇൻഫോർമേഷൻ ഒന്നും ഫിൽട്ടർ ഔട്ട് ചെയ്യാതെ നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ നോട്ട്സ് എഴുതിയെടുക്കുന്നതിനും എന്തുണ്ട്, കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. മാത്രമല്ല, ഫോർ എക്സാമ്പിൾ, വാട്ട് ടു ചൂസ് ആസ് ദ ഹെഡിങ് ആൻഡ് വാട്ട് ആൻഡ് ഹൗ മെനി സബ് ഹെഡിങ് ടു ഗീവ് എക്സെട്ര. അതിനൊരു വെൽ ഡിഫൈൻഡ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. പേഴ്സണലൈസ്ഡ് കൺവീനിയൻസ്, അതായത് എവ്രി ഇൻഡിവിജ്വൽ ക്യാൻ മേക്സ് നോട്ട്സ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മാറ്റർ. എല്ലാവർക്കും നോട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? വിച്ച് മീൻസ് ഈവൻ ദ സോഴ്സ് ഓഫ് ദ ടു നോട്ട്സ് ഈസ് ദ സെയിം, ദേ വിൽ ബി യുണീക്ക് ബിക്കോസ് ഈച്ച് നോട്ട് മേക്കർ ഈസ് ഫ്രീ ടു പേഴ്സണലൈസ് ദെയർ നോട്ട്സ് ഇൻ എ വേ അപ്പോൾ ഇപ്പോൾ സോഴ്സ് സെയിം ആണെങ്കിലും രണ്ട് നോട്ട്, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന നോട്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ടും വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മളുടെ അത് യൂണിക്കായിരിക്കും, അവനവന് മാത്രം പറ്റുന്ന പേഴ്സണലൈസ് ആയിരിക്കും. പിന്നെ റിവേഴ്സിബിൾ, ദ സെയിം വേ നോട്ട്സ് ഹെൽപ്പ് us to make the information. We can write a descriptive amount of this information with the help of notes. ഈ നോട്ട്സ് വെച്ചിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ എഴുതാൻ പറ്റും. സോ ദ ഡീകംപ്രഷൻ, അപ്പോൾ അത് റിവേഴ്സിബിൾ ആണ്. പിന്നെ ആൾട്ടറബിൾ ആണ്. വിത്ത് ടൈം, ആസ് വി കീപ്പ് ഓൺ ഗോയിങ് ത്രൂ ദ നോട്ട്സ് അഗെയിൻ ആൻഡ് അഗെയിൻ, വി ക്യാൻ മേക്ക് ചേഞ്ചസ് അക്കോർഡിംഗ് ടു അവർ കൺവീനിയൻസ്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നോട്ട്സിൽ മാറ്റങ്ങൾ വരുത്താം. ക്വിക്ക് ലേണിംഗ്, ദ പോയിന്റ് സ്റ്റാൻഡ്സ് ഇൻ ക്ലോസ് റിലേഷൻ ടു അവർ ഫസ്റ്റ് പോയിന്റ് ആസ് വി പേഴ്സണലൈസ് ദ കൺവീനിയൻസ്. വി മേക്ക് അവർ നോട്ട്സ് മോർ ആൻഡ് മോർ കോംപ്രിഹെൻസിബിൾ. നോട്ട്സ് നമ്മൾ എന്താക്കുന്നു? ക്വിക്ക് ലേണിങ്ങിന് സഹായിക്കുന്നു. ഈ നോട്ട്സ് നമ്മൾ മെമ്മറൈസ് ദ സോഴ്സ് മെയിൻ ടെക്സ്റ്റ് മോർ ഈസിലി ആൻഡ് ക്വിക്ക്ലി. സ്ട്രാറ്റജീസ് ടു മേക്ക് നോട്ട്, ദ യൂസ് ഓഫ് ബുള്ളറ്റ് പിൻസ് ഈസ് സംടൈംസ് വി കീപ് സീയിങ് ആൾ ദ ടൈം. The basic idea behind this practice is providing a gist about something in not easily forgettable fashion. നമ്മൾ ബുള്ളറ്റ് ബോർഡ് ഉണ്ടാക്കുക നമ്മൾക്ക് എപ്പോഴും കണ്ടിട്ടില്ലേ? അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ പെട്ടെന്ന് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ ബുള്ളറ്റ് ബോർഡിൽ എഴുതി വെക്കും, അല്ലേ? ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് നോട്ട് മേക്കിംഗ് ഇതേപോലെ തന്നെയാണ് ഒബ്ജക്റ്റ് നോട്ട് മേക്കിംഗ്. ടു ബ്രിങ് ദ ഫോക്കസ് ഓഫ് റീഡേഴ്സ് ഓൺ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫോർമേഷൻ, പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ആളുകളിൽ എത്തിക്കാൻ, ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ലീവിങ് ബിഹൈൻഡ് എവറിത്തിങ് എൽസ്, അതിനും കുറച്ച് സ്ട്രാറ്റജീസ് എല്ലാം ഉണ്ട്. അത് നോക്കാം എന്തൊക്കെയാണ്. ഹെഡിങ് ഓർ സബ് ഹെഡിങ്, ഹെഡിങ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് സ്കിം ത്രൂ ദ ഹോൾ കണ്ടന്റ് ടു ഫൈൻഡ് സെൻട്രൽ ഐഡിയ ഓർ ദ മെയിൻ ഐഡിയ. നമ്മൾ ആദ്യം സ്കിം ചെയ്യുക, എന്താണ് അതിൽ അറിയാൻ വേണ്ടിയിട്ട് മെയിൻ ഔട്ട്ലൈൻ ഓഫ് ദ ടോപ്പിക്. പിന്നെ അത് നമ്മൾ ദിസ് വിൽ ബി അവർ ഹെഡിങ്
വിച്ച് ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഫ്യൂ വേർഡ്സ് ആസ് പോസിബിൾ. ആ ഹെഡിങ് വളരെ ചെറുതായിരിക്കണം, എത്രത്തോളം ചെറുതാക്കാൻ പറ്റിച്ച അത്രത്തോളം. പിന്നെ സെക്കൻഡ് ടൈം എന്ത് ചെയ്യണം, ട്രൈ ടു ബി മോർ തറോ ആസ് ദിസ് ടൈം വി ആർ ലുക്കിംഗ് ഫോർ സബ് ഹെഡിങ്. പിന്നെ നമ്മൾ സബ് ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ വി മസ്റ്റ് ഫോക്കസ് ഓൺ ദ സബോർഡിനേറ്റ് ഐഡിയാസ് സപ്പോർട്ടിങ് ദ സെൻട്രൽ തീം. സെൻട്രൽ തീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയാസ് നോക്കുക. പിന്നെ നെക്സ്റ്റ് കോണ്ടന്റ്, ഓൺലി റൈറ്റ് ദ റെലവൻറ്റ് കോണ്ടന്റ് ഫോർ മേക്കിംഗ് യുവർ നോട്ട്സ് ഫുള്ളി truly precise. And don't forget to include those important details that you think you will have a hard time recalling later. അതായത് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രം എന്ത് ചെയ്യുക, റേറ്റ് ആദ്യം എഴുതുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഡോണ്ട് ഇൻക്ലൂഡ് ദോസ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ദാറ്റ് യു തിങ്ക് യു വിൽ ഹാവ് എ ഹാർഡ് ടൈം റീകോളിങ് ലേറ്റർ. നമുക്ക് പിന്നെ ഓർക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന സംഭവം എന്ത് ചെയ്യണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇഗ്നോർ ഓൾ ദ ലെസ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, അൺനെസസറി ഇല്ലുസ്ട്രേഷൻസ് അതൊക്കെ ഒഴിവാക്കുക. മെൻഷൻ മാക്സിമം ഇൻഫർമേഷൻ പോയിൻ്റ് വൈസ്. ഡിവൈഡ് ആൻഡ് സബ് ഡിവൈഡ് ദ കണ്ടന്റ് ഇൻ എ ലോജിക്കൽ മാനർ. കണ്ടന്റിനെ ലോജിക്കൽ മാനറിൽ ഡിവൈഡ് ചെയ്യുക, സബ് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നോട്ട്സ് എഴുതി വയ്ക്കുക. നെവർ പുട്ട് ഇൻ യുവർ ഓൺ ഇൻ്റർപ്രിറ്റേഷൻ. നിങ്ങളുടെ ഇൻ്റർപ്രിറ്റേഷൻസ് അതിൽ ഇടയിൽ എഴുതാതിരിക്കുക. ഓക്കെ, അതിന് റെഡിയബിലിറ്റി. There are certain tips and tricks you can use to avoid any. നിങ്ങൾക്ക് ചില ടിപ്സൊക്കെ തരുന്നുണ്ട് ആംബിഗ്വിറ്റി ഒഴിവാക്കാൻ. എന്താണ് ആംബിഗ്വിറ്റി? അൺക്ലിയർ, അതായത് ക്ലിയർ അല്ലാത്ത അവസ്ഥ ഒഴിവാക്കാൻ. അതായത് പ്രൊവൈഡ് ഹെഡിങ്, സബ് ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ്സ് വിത്ത് പ്രോപ്പർ നമ്പറിങ് കൊടുക്കുക. ഡോണ്ട് ലീവ് അൺനെസറി സ്പേസ് to eliminate any confusion. Make use of as many abbreviations possible, but it should come at a expense of poor comprehension. 3 stages of note making. 3 stages of note making. Note making doesn't only happen when you are reading or attending lectures. നിങ്ങൾ ലെക്ചർ ചെയ്യുക അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് അപ്പോൾ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല എന്ത് നോട്ട് മേക്കിംഗ്. ദർ ആർ 3 സ്റ്റേജസ് ടു മേക്ക് ഇഫക്റ്റീവ് നോട്ട്. അതായത് ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ. അതായത് പ്രിപ്പയർ ബൈ ഫൈൻഡിങ് ഔട്ട് വാട്ട് യു നീഡ് ടു നോ ആൻഡ് വാട്ട് ദ പർപ്പസ് ഓഫ് റീഡിങ്. നിങ്ങൾ ആദ്യം എഴുതുക, ലെക്ചർ അല്ലെങ്കിൽ വായിക്കുന്നതിന് മുമ്പ് എഴുതാം. അത് കഴിഞ്ഞിട്ട് വായിക്കുന്ന സമയത്ത് നോട്ട് എഴുതാം. അത് കഴിഞ്ഞ് റിഫ്ലക്റ്റ് ആൻഡ് റിവ്യൂ ആൻഡ് ദെൻ ഓർഗനൈസ് യുവർ നോട്ട്സ്. അങ്ങനെ 3 രീതിയിലുള്ള 3 സമയത്തായിട്ട്, അതായത് 3 സ്റ്റേജസ് ആയിട്ട് ഈ നോട്ട് മേക്കിംഗ് ഉണ്ട്. ഓൾ ഗുഡ് നോട്ട്, എല്ലാ ഗുഡ് നോട്ടിനും ഉണ്ടായിരിക്കേണ്ടതാണ് സോഴ്സ് ഇൻഫോർമേഷൻ ഉണ്ടാവണം, ഹെഡിങ്സ് ഉണ്ടാവണം, കീ പോയിൻറ്റ്സ് ഉണ്ടാവണം, ട്രിഗേഴ്സ് ടു മേക്ക് യുവർ നോട്ട്സ് മോർ മെമ്മറബിൾ ആവണം, കളർഫുള്ളാക്കിയിട്ടും ഡ്രോയിങ്സ് ആക്കിയിട്ടൊക്കെ. ഫർദർ റീഡിങ് ആൻഡ് ഐഡിയാസ് ടു ഫോളോ അപ്പ് ലേറ്റർ.